Hi everyone, welcome back to my channel. ഇന്നത്തെ റിവിഷൻ ടോപ്പിക്കാണ് ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഹ്യൂമൻ ഫിസിയോളജിയിലെ നെക്സ്റ്റ് സെക്ഷനാണ് എക്സ്ക്രീഷൻ ആൻഡ് ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ. First topic, different types of excretion. There are three types of excretion: ammonotelism, ureotelism and uricotelism. First one, ammonotelism. Excretion of ammonia. Ammonia excrete in the process ആണ് ammonotelism. Ammonia is highly toxic and water soluble. More water is required for its elimination. So it is an adaptation seen in aquatic animals. Ammonia highly toxic ആണ്, അതേപോലെ water soluble ആണ്. So ammonia excrete ചെയ്യാൻ വേണ്ടി ഒരുപാട് വാട്ടർ ആവശ്യമുണ്ട്. സോ അമോണോടെലിസം കാണുന്നത് എക്വാട്ടിക് ഓർഗാനിസംസിലാണ്. കാരണം എക്വാട്ടിക് ഓർഗാനിസംസ് വാട്ടർ കൂടുതലുള്ള പ്ലേസിലാണല്ലോ താമസിക്കുന്നത്. സോ ദേ ഹാവ് ദിസ് അഡാപ്റ്റേഷൻ ഓഫ് അമോണോടെലിസം. എക്സാമ്പിൾ ബോണി ഫിഷേഴ്സ്, എക്വാട്ടിക് ആംഫിബിയൻസ്, എക്വാട്ടിക് ഇൻസെക്ട്സ്, ഇങ്ങനെയുള്ള ഓർഗാനിസംസിലൊക്കെ കാണുന്നത് അമോണോടെലിസമാണ്. സെക്കൻഡ് ടൈപ്പ് ഈസ് യൂറിയോടെലിസം, എക്സ്ക്രീഷൻ ഓഫ് യൂറിയ. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് യൂറിയോടെലിസം. Ammonia is converted to urea and urea is eliminated. Urea is less toxic. It is a terrestrial adaptation for the conservation of water. Ammonia urea ആയി കൺവേർട്ട് ചെയ്യപ്പെടും, അതിനുശേഷം യൂറിയ എലിമിനേറ്റ് ചെയ്യും. യൂറിയ ലെസ് ടോക്സിക് ആണ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ കാണുന്നത് ടെറസ്ട്രിയൽ ഓർഗാനിസംസിനാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ കൺസേർവിങ് ദ വാട്ടർ. കാരണം യൂറിയ എലിമിനേറ്റ് ചെയ്യാൻ അത്രയും വാട്ടറിൻ്റെ ആവശ്യമില്ല. സോ ടെറസ്ട്രിയൽ ഓർഗാനിസംസിന് വാട്ടർ കൺസേർവ് ചെയ്യാം. അമോണിയ ആയിരുന്നുവെങ്കിൽ ടെറസ്ട്രിയൽ ഓർഗാനിസംസിന് ഒരുപാട് വാട്ടർ നഷ്ടപ്പെടും. സോ ഇറ്റ് ഈസ് എൻ അഡാപ്റ്റേഷൻ ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് മാമൽസ്, ടെറസ്ട്രിയൽ ആംഫിബിയൻസ്, മറൈൻ ഫിഷസ് എക്സെട്ര. ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് യൂറിക്കോടെലിസം, എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് എലിമിനേഷൻ ആണ് യൂറിക്കോടെലിസം. യൂറിക് ആസിഡ് ഈസ് ലെസ് ടോക്സിക്. So it can be eliminated in the form of pellet or paste with a minimum loss of water. It is a terrestrial adaptation for the conservation of water. Uric acid less toxic ആണ്. യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാണ് വാട്ടറിൻ്റെ ആവശ്യം അത്രയ്ക്കില്ല. അതുകൊണ്ട് യൂറിക് ആസിഡ് പെല്ലറ്റ് അല്ലെങ്കിൽ പേസ്റ്റ് ഒക്കെ ആയാണ് എലിമിനേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബേർഡ്സിൻ്റെ ഒക്കെ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. ഓക്കെ, ആൻഡ് യൂറിക് ആസിഡ് മിനിമം ലോസ് ഓഫ് വാട്ടറിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കും, വാട്ടറിൻ്റെ ആവശ്യം ഇല്ല. സോ ഇറ്റ് ഈസ് ഓൾസോ എൻ അഡാപ്റ്റേഷൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് വാട്ടർ. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് റിപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ്, ഇൻസെക്ട്സ് എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക്, എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ സം ഓർഗാനിസംസ്. ഫസ്റ്റ് വൺ, പ്ലാറ്റിഹെൽമിന്തസ്, റോട്ടിഫേഴ്സ്, സം അനലിഡ്സ് ആൻഡ് സെഫലോകോഡേറ്റ, ആംഫിയോക്സസ്. ഏതാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ? പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽ. And its function is osmoregulation. അതായത് ബോഡി ഫ്ലൂയിഡ് ലെവൽ ആൻഡ് അയോണിക് ബാലൻസ് ആണ് ഓസ്മോറെഗുലേഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എർത്ത് വർം, അതർ അനലിഡ്സ്, നെഫ്രീഡിയ ആണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? റിമൂവ് നൈട്രോജനസ് വേസ്റ്റസ് ആൻഡ് ഓസ്മോറെഗുലേഷൻ. കോക്രോച്ച് ആൻഡ് അതർ ഇൻസെക്ട്സ്, എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? മാൽഫീജിയൻ ട്യൂബ്യൂൾ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? റിമൂവ് നൈട്രോജനസ് വേസ്റ്റസ് ആൻഡ് ഓസ്മോറെഗുലേഷൻ. ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺ. And what are the excretory organs? Antennal glands or otherwise green glands. And what is its function? Excretion. Human excretory system. Human excretory systemത്തിന്റെ parts ആണ് pair of kidneys, reddish brown bean shaped kidney, location between the levels of last thoracic and third lumbar vertebra, close to the dorsal inner wall of abdominal cavity. So we have a pair of kidneys. What is the color? റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്പ്ഡ് ആണ്. ലൊക്കേഷൻ എവിടെയാണ്? ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വേർട്ടിബ്ര. വേർട്ടിബ്രൽ കോളത്തിൻ്റെ തൊറാസിക് ആൻഡ് ലംബാർ വേർട്ടിബ്ര ആ ഏരിയയിലായിട്ടാണ് കിഡ്നീൻ്റെ ലൊക്കേഷൻ. ആൻഡ് പെയർ ഓഫ് യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറിത്ര. ഇതൊക്കെയാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. ഇതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം. വി ഹാവ് എ പെയർ ഓഫ് കിഡ്നി ആൻഡ് യുറീറ്റേഴ്സ്. വി ഹാവ് എ പെയർ ഓഫ് യുറീറ്റേഴ്സ്. ഇതാണ് യുറീറ്റർ. യുറീറ്റർ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിലേക്കാണ്. കിഡ്നിക്കകത്ത് വെച്ച് യൂറിൻ ഫോം ചെയ്യും. അതിനുശേഷം യൂറിൻ യുറീറ്റർ വഴി മൂവ് ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. പിന്നീട് യുറിത്ര വഴി പുറത്തേക്ക് റിലീസ് ചെയ്യും. യു ക്യാൻ സീ ഹിയർ
2 blood vessels, renal artery and renal vein. ഇംപ്യൂർ ബ്ലഡ് കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറി ആണ്. അതിനുശേഷം കിഡ്നിയിൽ വെച്ച് ഫിൽട്രേഷൻ നടക്കും, യൂറിൻ ഫോം ചെയ്യും. യൂറിൻ നെക്സ്റ്റ് യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് മൂവ് ചെയ്യും. ഫിൽട്രേഷന് ശേഷം ഫോം ചെയ്ത പ്യുവർ ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് സപ്ലൈ ചെയ്യുന്നത് റീനൽ വെയിൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കിഡ്നീൻ്റെ പുറമെ കാണുന്ന സ്ട്രക്ചർ. ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് കോർട്ടെക്സ് ആൻഡ് ഇന്നർ പാർട്ടാണ് മെഡുല്ല. സോ യു ക്യാൻ സീ ഹിയർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കിഡ്നി. ഇതിൽ കിഡ്നീൻ്റെ ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ്, ഇന്നർ പാർട്ടാണ് മെഡുല്ല. യൂറിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ സ്റ്റോർ യൂറിൻ, യൂറിത്ര റിലീസ് യൂറിൻ. ഇനി കിഡ്നീൻ്റെ മറ്റു ഭാഗങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കിഡ്നീൻ്റെ സെക്ഷൻ നോക്കാം. ആൻഡ് ദിസ് ഈസ് ദ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് കിഡ്നി. കിഡ്നീൻ്റെ LS ആണിത്. ഔട്ടർ മോസ്റ്റ് പാർട്ട് കിഡ്നീനെ കവർ ചെയ്ത് കാണുന്ന ഭാഗമാണ് റീനൽ ക്യാപ്സ്യൂൾ. ആൻഡ് കിഡ്നീൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ്. ആൻഡ് അതിനുശേഷം കാണുന്ന പാർട്ടാണ് മെഡുല്ല. നമ്മൾ പറഞ്ഞു അല്ലേ, അത് കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. മെഡുല്ലയിൽ കാണുന്ന പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രയാങ്കുലാർ ഷേപ്പ്ഡ് സ്ട്രക്ചറാണ് മെഡുലറി പിരമിഡ്സ്. മെഡുലറി പിരമിഡ്സിൻ്റെ ഇടയിലായി കാണുന്ന കോർട്ടെക്സിൻ്റെ ഭാഗമാണ് റീനൽ കോളം. ആൻഡ് നെക്സ്റ്റ് മെഡുലറി പിരമിഡ്സിൽ നിന്നും പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് കാലിക്സ്. ദിസ് റീജൺ ഈസ് കോൾഡ് റീനൽ പെൽവിസ്. അതിനുശേഷം റീനൽ പെൽവിസ് നെക്സ്റ്റ് ഓപ്പൺ ടു യൂറിറ്റർ. യൂറിറ്റർ നെക്സ്റ്റ് യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പൺ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് യൂറിത്ര. ആൻഡ് യു ക്യാൻ സീ ഹിയർ റീനൽ ആർട്ടറി വിച്ച് ക്യാരി ഇംപ്യൂർ ബ്ലഡ് ടു ദ കിഡ്നി. അതിനുശേഷം ഫിൽട്രേഷൻ നടക്കും, യൂറിൻ ഫോം ചെയ്യും. യൂറിൻ നെക്സ്റ്റ് യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് മൂവ് ചെയ്യും. ഫിൽട്രേഷന് ശേഷം പ്യുവർ ബ്ലഡ് റീനൽ വെയിനിലെ കൂടെ നമ്മുടെ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കിഡ്നി. മെഡുലറി പിരമിഡിൻ്റെ ഫീച്ചർ എന്താണ്? കോണിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ മെഡുല്ല. ആൻഡ് വാട്ട് ഈസ് റീനൽ കോളം? എക്സ്റ്റെൻഷൻ ഓഫ് കോർട്ടെക്സ് ബിറ്റ്വീൻ മെഡുലറി പിരമിഡ്സ്. മെഡുലറി പിരമിഡ്സിൻ്റെ ഇടയിലായി കാണുന്ന കോർട്ടെക്സിൻ്റെ ഭാഗമാണ്, കോർട്ടെക്സിൻ്റെ എക്സ്റ്റെൻഷനാണ് റീനൽ കോളം. ആൻഡ് റീനൽ ആർട്ടറി ക്യാരി ഇംപ്യൂർ ബ്ലഡ് ടു ദ കിഡ്നി. Renal vein carry pure blood away from the kidney, and renal pelvis is a funnel-shaped space. Next topic, nephrons. കിഡ്നിക്കകത്ത് മില്യൺസ് ഓഫ് നെഫ്രോൺസ് കാണാം. ഇതാണ് നെഫ്രോണിൻ്റെ ഫിഗർ. ഇറ്റ് കണ്ടെയ്ൻസ് 2 parts, ഗ്ലോമെരുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ. ഗ്ലോമെരുലസ് ഫോം ചെയ്യുന്നത് എഫറൈൻ ആർട്ടീരിയോൾ കൊണ്ടാണ്. സോ എഫറൈൻ ആർട്ടീരിയോൾ കാണാം. അതിനുശേഷം ഗ്ലോമെരുലസ് ആയി മാറി തിരിച്ച് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇഫറൈൻ ആർട്ടീരിയോളാണ്. ഗ്ലോമെറുലസിൽ വെച്ചാണ് ഫിൽട്രേഷൻ നടക്കുക. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പ് ലൈക്ക് ബോമൻസ് ക്യാപ്സ്യൂൾ കൊണ്ടാണ്. അതിനുശേഷം ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഈസ് ദെയർ. ബോമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ റീനൽ ട്യൂബ്യൂളിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT. അതിനുശേഷം കാണുന്ന യു ഷേപ്പ്ഡ് പാർട്ടാണ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൽ ഡിസെൻഡിങ് ലിംബ് കാണാം, അതായത് എവിടെയാണ് സ്റ്റാർട്ടിംഗ് പാർട്ട്. സോ നെക്സ്റ്റ് കാണുന്ന ഡിസെൻഡിങ് താഴോട്ട് പോകുന്ന ഭാഗം ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് അസെൻഡിങ് ലിംബ് മേലോട്ട് പോകുന്ന ഭാഗം. അതിനുശേഷം കാണുന്ന പാർട്ട് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ DCT. ആഫ്റ്റർ ദാറ്റ് കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ് മെഡുലറി പിരമിഡ്സിൻ്റെ കാലിക്സിലെ കൂടെ റീനൽ പെൽവിസിലേക്ക് ഓപ്പൺ ചെയ്യും. കളക്റ്റിംഗ് ട്യൂബിൽ വെച്ചാണ് ഫൈനലി യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ഗ്ലോമെറുലസ്. എഫറൈൻ ആർട്ടീരിയോൾ വന്നു ഗ്ലോമെറുലസ് ആയി മാറി. നെക്സ്റ്റ് അത് പുറത്തേക്ക് പോകുന്നത് ഇഫറൈൻ ആർട്ടീരിയോളായാണ്. ഇഫറൈൻ ആർട്ടീരിയോൾ നെക്സ്റ്റ് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയും. ഹെൻലീസ് ലൂപ്പിന് പാരലായി കാണുന്ന പെരി ട്യൂബുലാർ കാപ്പിലറീസിൻ്റെ പാർട്ടിനെയാണ് വാസ റെക്റ്റ എന്ന് പറയാം. ഓക്കെ, ഹെൻലീസ് ലൂപ്പിൻ്റെ അടുത്ത് കാണുന്ന പെരി ട്യൂബുലാർ കാപ്പിലറീസിൻ്റെ പാർട്ടാണ് വാസ റെക്റ്റ. ഓരോ കിഡ്നിക്കകത്തും 1 മില്യണോളം നെഫ്രോൺസ് ഉണ്ട്. നെഫ്രോൺസിൻ്റെ 2 പാർട്ടാണ് ഗ്ലോമെറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂളിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ബോമൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കാപ്പിലറീസ് ഫോംഡ് ബൈ എഫറൈൻ ആർട്ടീരിയോൾ. എഫറൈൻ ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ ആർട്ടറീൻ്റെ ബ്രാഞ്ചാണ്. റീനൽ ആർട്ടറിയാണ് കിഡ്നിയിലേക്ക് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്നത്. കിഡ്നിയിലെത്തിക്കഴിഞ്ഞാൽ റീനൽ ആർട്ടറി ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയി ഡിവൈഡ് ചെയ്യും. അതിലുള്ള ബ്രാഞ്ചാണ് എഫറൈൻ ആർട്ടീരിയോൾ. സോ കിഡ്നീൻ്റെ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ ഫിഗർ ഓർമ്മയുണ്ടല്ലോ.
അതിലുള്ള ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ്, ഇന്നർ പാർട്ട് മെഡുല്ല. സോ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല റീജിയനിലായാണ് ഈ മില്യൺസ് ഓഫ് നെഫ്രോൺ കാണുന്നത്. സോ പാർട്സ് ഓഫ് നെഫ്രോൺ, ഫസ്റ്റ് വൺ ഗ്ലോമെറുലസ്, ഫോംഡ് ബൈ എഫറൻറ്റ് ആർട്ടീരിയോൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ അൾട്രാ ഫിൽട്രേഷൻ. ഇംപ്യൂർ ബ്ലഡ് ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടാണ് ഗ്ലോമെറുലസ്. റീനൽ ട്യൂബ്യൂൾ ഇൻക്ലൂഡ്സ് ബോമൻസ് ക്യാപ്സ്യൂൾ, PCT, ഹെൻലീസ് ലൂപ്പ്, DCT. ഇറ്റ് ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. സോ യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് ആണ് അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അതിൽ അൾട്രാ ഫിൽട്രേഷന് സഹായിക്കുന്നത് ഗ്ലോമെറുലസ് ആണ്. റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷന് സഹായിക്കുന്നത് റീനൽ ട്യൂബ്യൂൾസ് ആണ്. പെരിട്യൂബുലാർ കാപ്പിലറീസ്. Efferent arteriole forms a network around the renal tubule. This is called a peritubular capillaries. Efferent arteries renal tubule ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെ പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയും. വാസ റെക്റ്റ. പെരിട്യൂബുലാർ കാപ്പിലറീസ് runs parallel to the Henle's loop, forming a U-shaped vasa recta. പെരിട്യൂബുലാർ കാപ്പിലറീസ് ഹെൻലീസ് ലൂപ്പിന് പാരലായി മൂവ് ചെയ്യും, U-shaped സ്ട്രക്ചർ ഫോം ചെയ്യും, and that is vasa recta. And next one, Malpighian body or renal corpuscle. Glomerulus plus Bowman's capsule is called Malpighian body. That is, ഗ്ലോമറുലസും ബോമൻസ് ക്യാപ്സ്യൂളും ഒന്നിച്ചാണ് മാൽപിജിയൻ ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് ഫിൽട്രേഷൻ മെംബ്രെയിൻ. ബ്ലഡ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടാണ് റീനൽ കോർപ്പസൽ. ഫിൽട്രേഷൻ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് 3 layers. 3 layers കൊണ്ടാണ് ഫിൽട്രേഷൻ മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൻ്റെ എൻഡോത്തീലിയം ലെയർ, ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് ഇടയിലായി കാണുന്ന സ്പേസ്, എപ്പിത്തീലിയം ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ, ദാറ്റ് ഈസ് പോഡോസൈറ്റ്. ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, പോഡോസൈറ്റ്. ഇറ്റ് കണ്ടെയ്ൻ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഓർ സ്ലിറ്റ് പോഴ്സ്. ഇതിനകത്ത് ഫിൽട്രേഷൻ സ്ലിറ്റ്സ്, ഓപ്പണിങ്സ് കാണാം. ഫിൽട്രേഷന് വേണ്ടിയുള്ള ഓപ്പണിങ്സ് കാണാം. ദാറ്റ് ഈസ്, കിഡ്നിയിലേക്ക് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിയാണ്. റിനൽ ആർട്ടറി നെക്സ്റ്റ് ബ്രാഞ്ചസ് ആയി ഡിവൈഡ് ചെയ്യും എഫറൻ ആർട്ടീരിയോൾ. എഫറൻ ആർട്ടീരിയോൾ ഗ്ലോമറുലസ് ഫോം ചെയ്തു. ഗ്ലോമറുലസിൽ വെച്ച് ബ്ലഡ് ഫിൽട്രേഷൻ നടക്കും. ഫിൽട്രേഷന് ശേഷം ഇംപ്യൂരിറ്റീസ് കളക്ട് ചെയ്യുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. ഫിൽട്രേഷന് ശേഷം പ്യുവർ ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് മൂവ് ചെയ്യുന്നത് ഇഫറൻ ആർട്ടീരിയോൾ വഴിയാണ്. ദാറ്റ് ഈസ്, ഇംപ്യൂർ ബ്ലഡിനെ ഫിൽട്രേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടാണ് മാൽപിജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. ഇതാണ് കോർട്ടെക്സ് ഭാഗം, കിഡ്നീൻ്റെ കോർട്ടെക്സ് ഭാഗം, ഔട്ടർമോസ്റ്റ് ഭാഗം. ഇതാണ് കിഡ്നീൻ്റെ ഇന്നർ പാർട്ട്, മെഡുല്ല ഭാഗം. സോ നെഫ്രോൺസ് കാണുന്നത് ഇതുപോലെയാണ്. ഓക്കെ, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല റീജിയനിലായിട്ടാണ് കാണുക. സോ കോർട്ടെക്സ് ഭാഗത്ത് മാത്രമായിട്ട് കാണുന്ന നെഫ്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹെൻലീസ് ലൂപ്പ് ഷോർട്ടായിരിക്കും. ഓക്കെ, മെഡുലറി റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഹെൻലീസ് ലൂപ്പുള്ള നെഫ്രോൺസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൻലീസ് ലൂപ്പ് ലോങ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദർ ആർ 2 types of nephrons. They are cortical nephrons and juxtamedullary nephron. Cortical nephron features loop of Henle is very short. It extends only very little to medulla. Vasa recta is absent or highly reduced. So loop of Henle short ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് മെഡുല്ലാൻ്റെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിൽ വാസ റെക്റ്റ ആബ്സെൻ്റ് ആയിരിക്കും. പ്രസൻ്റ് ആണെങ്കിൽ തന്നെ ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് ജുക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺ. ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് വെരി ലോങ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് വെരി ഡീപ്പ് ഇൻ ടു മെഡുല്ല. വാസ റെക്റ്റ ഈസ് പ്രസൻറ്റ്. സോ ലൂപ്പ് ഓഫ് ഹെൻലി ലോങ് ആണ്. ഡീപ്പ് ഇൻ ടു മെഡുല്ല, അതായത് മെഡുല്ലൻ്റെ ഉൾഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. വാസ റെക്റ്റ പ്രസൻ്റ് ആണ്. സോ ദീസ് ആർ ദ 2 types of nephrons, cortical nephrons and juxtamedullary nephrons. Next topic, urine formation. There are 3 steps. First one, glomerular filtration takes place in glomerulus. Glomerulusil വെച്ച് നടക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ദാറ്റ് ഈസ്, ഇംപ്യൂർ ബ്ലഡ് റീനൽ ആർട്ടറിയിലെ കൂടെ വന്നു എഫ്രൻ ആർട്ടറിയോളിലേക്ക് പാസ് ചെയ്തു. എഫ്രൻ ആർട്ടറിയോൾ നെക്സ്റ്റ് ഗ്ലോമറുലസിലേക്ക് ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്തു. ഗ്ലോമറുലസിൽ വെച്ച് ഫിൽട്രേഷൻ നടക്കും. ഇംപ്യൂർ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫിൽട്രേഷൻ നടക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓർ GFR, എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും ഫിൽട്രേഷന് ശേഷം ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്ന സ്പീഡ് ഓർ റേറ്റിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുക, GFR. Approximately
125 ml per minute. ഓരോ മിനിറ്റിലും 125 ml ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഡെയിലി നമ്മുടെ കിഡ്നിയിൽ ഫോം ചെയ്യുന്ന യൂറിൻ എത്ര ആയിരിക്കും? 180 liters ഓഫ് യൂറിൻ ആയിരിക്കും. അൾട്രാ ഫിൽട്രേഷൻ. Blood is filtered so finely that almost all the components of plasma except proteins are filtered. So it is called ultrafiltration. Blood filter ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻസ് ഒഴികെ മറ്റുള്ള എല്ലാ കമ്പോണൻസും ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാഫിൽട്രേഷൻ. ഫിൽട്രേഷന് ശേഷം ഫിൽട്രേറ്റ് ഫോം ചെയ്തു. ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. അതിനുശേഷം പ്യുവർ ബ്ലഡ് നെക്സ്റ്റ് ഇഫ്രൻ ആർട്ടീരിയോൾ വഴി മൂവ് ചെയ്യും. ഇനി ഈ ഫിൽട്രേറ്റ് നെക്സ്റ്റ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇതുവഴി മൂവ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു ആഫ്റ്റർ അൾട്രാ ഫിൽട്രേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് റീ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസിൽ വെച്ചാണ് റീ അബ്സോർപ്ഷൻ നടക്കുക. റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ബോമൻസ് ക്യാപ്സ്യൂളിൽ നിന്നും ട്യൂബ്യൂൾ വഴി മൂവ് ചെയ്യുന്ന സമയത്ത് ഫിൽട്രേറ്റിലുള്ള യൂസ്ഫുൾ സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് കിഡ്നി സർഫസിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സാണ് reabsorption process. Its significance is out of 180 liters of glomerular filtrate, 90% is reabsorbed from here. So only 1.5 liters of urine is formed. So നമ്മൾ പറഞ്ഞു ഒരു ദിവസം ഫോം ചെയ്യുന്നത് 180 liters ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. പക്ഷെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് 1.5 liters ഓഫ് യൂറിൻ മാത്രമാണ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് യൂറിനായി മാറുന്നത്. ഓക്കെ, സോ ഇതിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും 90% റീ അബ്സോർപ്ഷൻ നടക്കും. മറ്റുള്ളത് മാത്രമാണ് യൂറിനായി കൺവേർട്ട് ചെയ്യുന്നത്. സോ റീ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഡെയിലി എത്ര യൂറിൻ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നേനെ? 180 liters. എക്സാമ്പിൾ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി റീ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം. പാസീവ് ട്രാൻസ്പോർട്ട് വഴി റീ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് നൈട്രോജനസ് വേസ്റ്റസ് ആൻഡ് വാട്ടർ. സോ റീ അബ്സോർപ്ഷൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ലേ? തേർഡ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ സെക്രീഷൻ ടേക്സ് പ്ലേസ് ഇൻ റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾസിൽ വെച്ച് നടക്കുന്ന തേർഡ് സ്റ്റെപ്പാണ് സെക്രീഷൻ. സെക്രീഷൻ ഫ്രം ദ സെൽസ് ടു ദ ഫിൽട്രേറ്റ്. സോ നമ്മുടെ കിഡ്നി സർഫസ് അല്ലെങ്കിൽ സെൽസിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്രീഷൻ. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഓർ ഫങ്ഷൻ? ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്. സോ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന് എക്സാമ്പിളാണ് H+, K+, അമോണിയ എക്സെട്ര. സോ അൾട്രാ ഫിൽട്രേഷൻ വഴി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. അതിൽ നിന്നും 90% സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് റീ അബ്സോർബ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ബോഡി സെൽസിൽ നിന്നും സബ്സ്റ്റൻസസ് റീനൽ ട്യൂബ്യൂളിലേക്ക് സെക്രീറ്റ് ചെയ്തു. ഫൈനലി യൂറിൻ ഈസ് ഫോമഡ് ആൻഡ് യൂറിൻ ദെൻ മൂവ്സ് ത്രൂ കളക്റ്റിംഗ് ഡക്ട്, കളക്റ്റഡ് ബൈ ദ കളക്റ്റിംഗ് ഡക്ട്. നെക്സ്റ്റ് കളക്റ്റിംഗ് ഡക്ട് കാലിക്സിലേക്ക് ഓപ്പൺ ചെയ്യും. സോ എല്ലാ നെഫ്രോൺസിൽ നിന്നും കളക്ട് ചെയ്യുന്ന യൂറിൻ റീനൽ പെൽവിസ് കളക്ട് ചെയ്തു യൂറിറ്റർ വഴി നെക്സ്റ്റ് യൂറിനറി ബ്ലാഡറിലേക്ക് മൂവ് ചെയ്യും. സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ നെക്സ്റ്റ് യൂറിത്ര വഴി റിലീസ് ചെയ്യും. വൺസ് അഗെയിൻ എഫറിൻ ആർട്ടീരിയോൾ വഴിയാണ് ഇംപ്യൂർ ബ്ലഡ് മൂവ് ചെയ്യുക. ഓക്കെ, ഗ്ലോമറുലസിൽ വെച്ച് അൾട്രാ ഫിൽട്രേഷൻ നടക്കും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നെക്സ്റ്റ് റീനൽ ട്യൂബ്യൂൾ വഴി മൂവ് ചെയ്യും. സോ റീനൽ ട്യൂബ്യൂളിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് കൂടെ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് എക്സെട്ര. ഈ സമയത്താണ് റീ അബ്സോർപ്ഷൻ നടക്കുക. അതായത് റീനൽ ട്യൂബ്യൂളിൽ നിന്നും സെൽസിലേക്ക് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യും ആൻഡ് സെക്രീഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. സെൽസിൽ നിന്നും സബ്സ്റ്റൻസസ് റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം ഫൈനലി യൂറിൻ ഫോം ചെയ്യും. യൂറിൻ നെക്സ്റ്റ് കളക്ട് ചെയ്യുന്നത് കളക്റ്റിംഗ് ഡക്റ്റാണ്. ഇങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുക. സോ ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷന് ശേഷം യൂറിനായി മാറി. ഇസ്ന്റ് ഇറ്റ്? നൗ ഒബ്സർവ് ദിസ് ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സി ഹിയർ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇതിൽ പുറത്തേക്ക് ആരോ മാർക്ക് കാണാം അല്ലേ? റീനൽ ട്യൂബ്യൂളിൽ നിന്നും പുറത്തേക്ക്, അതായത് റീ അബ്സോർപ്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെൽസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് കാണുന്ന ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? സെക്രീഷനാണ്. ഓക്കെ,
സോ ഈ ഒരു ഫിഗർ നോക്കി ഏതൊക്കെ സബ്സ്റ്റൻസസ് എബ്സോർബ് ചെയ്യുന്നുണ്ട്, റീ എബ്സോർബ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. ലെറ്റ് us see which all substances are reabsorbed and secreted. PCTയിൽ വെച്ച് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ആണ്. സെക്രീഷൻ നടക്കുന്നത് H+, K+ ആൻഡ് NH3. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? മെയിൻറ്റെയിൻ pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. DCTയിൽ വെച്ച് നടക്കുന്ന റീഅബ്സോർപ്ഷൻ Na+, വാട്ടർ, HCO3-, സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് H+, K+, NH3. ആൻഡ് ആസ് എ റിസൾട്ട് pH ആൻഡ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ്. കളക്ടിംഗ് ഡക്റ്റിൽ നടക്കുന്ന റീഅബ്സോർപ്ഷൻ വാട്ടർ ആൻഡ് യൂറിയ, സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് H+ ആൻഡ് K+ ഫോർ മെയിൻറ്റെയിനിങ് pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ബ്ലഡ്. ആഫ്റ്റർ ദാറ്റ് പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഫങ്ഷൻസ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. റീഅബ്സോർപ്ഷൻ ഈസ് മിനിമം ഇൻ അസെൻഡിങ് ലിംബ്. ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിൽ റീഅബ്സോർപ്ഷൻ കുറവാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഹൈ ഓസ്മോളാരിറ്റി ഓഫ് ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ്. ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സിൻ്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡിസെൻഡിങ് ലിംബ് ആൻഡ് അസെൻഡിങ് ലിംബ്? Descending limb permeable to water, impermeable to electrolytes. This concentrates the filtrate. Ascending limb impermeable to water, permeable to electrolytes. This dilutes the filtrate. Henle's loop in the descending limb permeable to water ആണ്, impermeable to electrolytes. അത് കാരണം concentrated urine form ചെയ്യും. Ascending limb impermeable to water and permeable to electrolytes ആണ്. So ascending limbലെ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് urine diluted ആയി മാറും. Finally, after all this process, urine is formed. Next topic, mechanism of concentration of filtrate, that is counter current mechanism. ഫിൽട്രേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പിന്നീട് യൂറിനായി മാറുന്ന സമയത്ത് ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഒക്കെ നമ്മുടെ ബോഡി റീഅബ്സോർബ് ചെയ്ത് യൂറിൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് യൂറിനാണ്. ആൻഡ് വിച്ച് മെക്കാനിസം ഈസ് ഹെൽപ്പിംഗ് ഫോർ ദിസ്? കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. So what is counter current mechanism? The transport of substances, that is NaCl and urea, through the two limbs of Henle's loop and the two limbs of vasa recta is called counter current mechanism. Henle's loop in the descending limbum, vasa recta in the ascending limbum അടുത്തടുത്താണ്. അതേപോലെ Henle's loop in the ascending limbum, vasa recta in the descending limbum അടുത്തടുത്താണ്. So ഇത് രണ്ടിലും fluid movement opposite directionലാണ്. That creates a counter current. Let me explain. ഇവിടെ വെച്ച് renal tubule start ചെയ്തു. So this is renal tubule and this is Henle's loop. Henle's loop in the descending limb, Henle's loop in the ascending limb. And here efferent arteriole ആണ്, peritubular capillaries ആയി vasa recta. This is descending limb of vasa recta and this is ascending limb of vasa recta. So Henle's loop in the descending limbum, vasa recta in the ascending limbum അടുത്തടുത്താണ്. ആൻഡ് ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബും വാസാ റെക്റ്റിൻ്റെ ഡിസെൻഡിങ് ലിംബും അടുത്തടുത്താണ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? നൗ ഒബ്സർവ് ദിസ് ഫിഗർ. ഈ ഒരു ഫിഗർ വെച്ച് എങ്ങനെയാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹെൻലീസ് ലൂപ്പ്, ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഓക്കെ, വാസാ റെക്റ്റ് സെപ്പറേറ്റ് ആയി കാണിച്ചിട്ടുണ്ട് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി. ദിസ് ഈസ് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റ ആൻഡ് ദിസ് ഈസ് ദ അസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റ. ഓക്കെ, ആൻഡ് ഇതാണ് കിഡ്നീൻ്റെ കോർട്ടെക്സ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ഔട്ടർ മെഡുല്ല റീജിയൻ ആൻഡ് ദിസ് ഈസ് ഇന്നർ മെഡുല്ല റീജിയൻ. ആൻഡ് കോർട്ടെക്സ് റീജിയൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 300 ആണ്. ആൻഡ് ഹിയർ 600, 900 ആൻഡ് ഇന്നർ മെഡുല്ല 1200. സോ 300 to 1200 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കൗണ്ടർ കറണ്ട് മെക്കാനിസമാണ്. ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിലെ കൂടെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് താഴോട്ടേക്കാണ് അല്ലേ? അതേസമയം വാസാ റെക്റ്റിൻ്റെ അസെൻഡിങ് ലിംബിലെ കൂടെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് മേലോട്ടേക്കാണ്. ആൻഡ് ഹിയർ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിലെ കൂടെ മേലോട്ടേക്കാണ് ഫ്ലൂയിഡ് മൂവ് ചെയ്യുക, വാസാ റെക്റ്റിൻ്റെ ഡിസെൻഡിങ് ലിംബിലൂടെ താഴോട്ടേക്കാണ് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ദിസ് ക്രിയേറ്റ്സ് എ കൗണ്ടർ കറൻറ്റ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് ഇൻഡർസ്റ്റീഷ്യം. ഈ ഭാഗം മെഡുലറി ഇൻഡർസ്റ്റീഷ്യ ആണ്. നെക്സ്റ്റ് NaCl എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിൽ നിന്നും NaCl വാസാ റെക്റ്റിൻ്റെ ഡിസെൻഡിങ് ലിംബിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, വാസാ റെക്റ്റിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്നും നെക്സ്റ്റ് വാസാ റെക്റ്റിൻ്റെ
അസെൻഡിങ് ലിംബിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം മെഡുലറി ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് തിരിച്ചു പോകും. ദാറ്റ് ഈസ് NaCl മൂവ്സ് ഫ്രം അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ടു descending limb of vasa recta and then to ascending limb of vasa recta and medullary interstitium. And next, movement of urea ascending limb of Henle's loop kude move cheyidu collecting duct letti next medullary interstitiathilekku release cheyum. Okay, so that is urea moves from ascending limb of Henle's loop to the collecting duct and then to medullary interstitium. കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും വാട്ടർ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി ഫോം ചെയ്യുന്ന യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഓക്കെ, NaCl മൂവ്സ് ത്രൂ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട, അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട ആൻഡ് ദെൻ ടു മെഡുലറി ഇൻ്റർസ്റ്റീഷ്യം. യൂറിയ ടു അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്, കളക്ടിംഗ് ഡക്റ്റ് ആൻഡ് ഫൈനലി ടു മെഡുലറി ഇൻ്റർസ്റ്റീഷ്യം. And what is the significance of counter current mechanism? To maintain a concentration gradient in the medullary interstitium, it helps in an easy passage of water from the collecting duct. It makes the urine concentrated. So medullary interstitiathil 300 to 1200 osmolarity maintain cheyan vendiyana counter current mechanism, and also it helps in an easy passage of water from the collecting duct. It makes the urine concentrated. Collecting ductil നിന്നും വാട്ടർ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അത് കാരണം യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയി മാറും. ഹ്യൂമൻ കിഡ്നീസ് ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times കോൺസെൻട്രേറ്റഡ് ദാൻ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോമഡ്. സോ ആദ്യം ഫോം ചെയ്ത ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന് 4 times കോൺസെൻട്രേറ്റ് ചെയ്താണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യൂറിനിൽ അത്രയ്ക്കും വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. First one, regulation by ADH or antidiuretic hormone or vasopressin which is produced by hypothalamus. So ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് regulation of kidney function with the help of ADH. ADH means antidiuretic hormone. മറ്റൊരു പേരാണ് vasopressin. ADHന്റെ ഫംഗ്ഷൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ്. കിഡ്നിയിൽ നിന്നും വാട്ടർ റീഅബ്സോർബ് ചെയ്യുക, അതാണ് ADHന്റെ ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിൽ നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ADH സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സോ നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ, വാട്ട് ഹാപ്പൻസ് ഇഫ് ബോഡി ഫ്ലൂയിഡ് ലെവൽ ഡിക്രീസസ്? ബോഡി ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഓസ്മോ റിസെപ്റ്റേഴ്സ് ആർ ആക്ടിവേറ്റഡ്. അത് കാരണം ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആകും. Increase in ADH production. ADH production increase ചെയ്യും. As a result, increase in water reabsorption. ADH production increase ചെയ്താൽ വാട്ടർ reabsorption increase ചെയ്യും. സോ കിഡ്നിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. കിഡ്നിയിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ കുറഞ്ഞു അല്ലേ? സോ ദാറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ യൂറിൻ പ്രൊഡക്ഷൻ. സോ വാട്ടർ ലെവൽ ബിക്കംസ് നോർമൽ ഇൻ അവർ ബോഡി. സോ ADH റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെ സഹായിക്കുന്നു. അതേപോലെ ബ്ലഡ് വെസൽ കൺസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ബ്ലഡ് വെസൽ കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അത് കാരണം ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ആൻഡ് GFR ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് കേസ്, നോർമൽ ബോഡി ഫ്ലൂയിഡ് ലെവൽ. ഇഫ് ബോഡി ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസസ്, ബോഡി ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ഓസ്മോ റിസെപ്റ്റേഴ്സ് സ്വിച്ച്ഡ് ഓഫ് ആൻഡ് ഡിക്രീസ് ഇൻ ADH പ്രൊഡക്ഷൻ. ADH പ്രൊഡക്ഷൻ കുറയും. ഡിക്രീസ് ഇൻ വാട്ടർ റീഅബ്സോർപ്ഷൻ, വാട്ടർ റീഅബ്സോർപ്ഷനും കുറയും. സോ കിഡ്നിയിലുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആസ് എ റിസൾട്ട് വാട്ട് ഈസ് ഇൻക്രീസ്ഡ്? യൂറിൻ ഇൻക്രീസ് ചെയ്യും. ADH or vasopressin helps in regulating body fluid level. And second type of regulation method is regulation by JGA, juxtaglomerular apparatus, otherwise called renin-angiotensin mechanism. It is a built-in mechanism for regulation. JGA is formed by modifications in DCT and afferent arteriole at the location of their contact. കിഡ്നിക്കകത്ത് തന്നെ ഫോം ചെയ്യുന്ന മെക്കാനിസം ആയതുകൊണ്ടാണ് ബിൽട്ട് ഇൻ മെക്കാനിസം എന്ന് പറയുന്നത്. JGA ഫോം ചെയ്യുന്നത് DCT ആൻഡ് അഫറന്റ് ആർട്ടീരിയോളിൽ ചില മോഡിഫിക്കേഷൻസ് കാരണമാണ്. ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ഓർ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ഓർ GFR ഡിക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? JGA പ്രൊഡ്യൂസസ് റെനിൻ. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്യും. റെനിൻ എഗെയിൻ കൺവേർട്ട് ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് വാസോ കൺസ്ട്രിക്റ്റർ ആണ്. ദാറ്റ് മീൻസ് ബ്ലഡ് വെസൽസിനെ കോൺസ്ട്രിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ്. ആൻജിയോടെൻസിൻ 2 2 ടൈപ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്ട്ലി ഇൻക്രീസസ് ദ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ആൻഡ് GFR. സോ GFR ആൻഡ് ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും.
ആൻഡ് ഓൾസോ ഇറ്റ് ആക്ടിവേറ്റ് അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് കാരണം അഡ്രീനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ വാട്ടർ ആൻഡ് സോഡിയം റീഅബ്സോർപ്ഷന് സഹായിക്കും. അത് കാരണം BP ആൻഡ് GFR ഇൻക്രീസ് ചെയ്യും. കിഡ്നീൻ്റെ സർഫസിൽ കാണുന്ന ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ആൻജിയോടെൻസിൻ റെനിൻ മെക്കാനിസം ഹെൽപ്സ് ടു ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് GFR. ആൻഡ് നെക്സ്റ്റ് വൺ, റെഗുലേഷൻ ബൈ ANF. ANF മീൻസ് ആർട്ടറിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ബ്ലഡ് ഫ്ലോ ടു ദ ആർട്ടറി ഓഫ് ഹാർട്ട് ഇൻക്രീസസ്. ഹാർട്ടിൻ്റെ ആർട്ടറിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്താൽ ആർട്ടറിയം ANF റിലീസ് ചെയ്യും. ANF വാസോ ഡയലേഷന് കാരണമാവും. വാസോ ഡയലേഷൻ മീൻസ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ കാരണമാവും. അത് കാരണം ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് മെക്കാനിസം ഇസ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ദാറ്റ് മീൻസ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. സോ അതിനെ ബാലൻസ് ചെയ്ത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മെക്കാനിസമാണ് റെഗുലേഷൻ ബൈ ANF. സോ ദീസ് ആർ ദ 3 റെഗുലേഷൻ മെത്തേഡ്സ്. മിക്ചുറേഷൻ ആൻഡ് മിക്ചുറേഷൻ റിഫ്ലെക്സ്. മിക്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. യൂറിൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് മിക്ചുറേഷൻ. ആൻഡ് വാട്ട് ഈസ് മിക്ചുറേഷൻ റിഫ്ലെക്സ്? ഇറ്റ് ഈസ് ദ ന്യൂറൽ മെക്കാനിസം ദാറ്റ് കോസ് മിക്ചുറേഷൻ. മിക്ചുറേഷനെ സഹായിക്കുന്ന ന്യൂറൽ മെക്കാനിസമാണ് മിക്ചുറേഷൻ റിഫ്ലെക്സ്. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫിൽ ചെയ്താൽ ബ്ലാഡർ വാള് സ്ട്രെച്ച് ചെയ്യും. ബ്ലാഡർ വാളിൽ കാണുന്ന സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സിഗ്നൽസ് അയക്കും. അത് കാരണം ബ്ലാഡർ വാളിൽ കാണുന്ന സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യും. യുറിത്രൽ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യും. അത് കാരണം വി ആർ ഏബിൾ ടു പാസ് ദ യൂറിൻ. Urinary bladder filled with urine, stretching of the bladder wall, stretch receptors of the bladder wall send signal to CNS, smooth muscles of the bladder contract, relaxation of urethral sphincter, release of urine. Role of other organs in excretion. Excretion main organ ആണ് kidney and which all other organs are helping? Lungs. Remove carbon dioxide and water. Carbon dioxide and water remove ചെയ്യാൻ വേണ്ടി lungs സഹായിക്കുന്നു. Liver. Secrete bilirubin, biliverdin, cholesterol, degraded steroid hormones, vitamins and drugs. These substances move out along with digestive wastes. Digestive wastes-ന്റെ കൂടെ ഈ സബ്സ്റ്റൻസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടും. Sweat gland remove NaCl, urea, lactic acid etc. through sweat. Sebaceous gland remove sterol, hydrocarbon, waxes etc. through sebum. സലൈവ വഴി സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ അതർ ആക്സസറി ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. എബ്നോർമാലിറ്റീസ് ഇൻ യൂറിൻ. യൂറിൻ എബ്നോർമാലിറ്റീസ് ആണ് ഗ്ലൈക്കോസ്യൂരിയ ആൻഡ് കീറ്റോനൂരിയ. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. യൂറിനിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണെങ്കിൽ ആ കണ്ടീഷനെ ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറയും. യൂറിനിൽ കീറ്റോൺ ബോഡീസ് പ്രസൻ്റ് ആണെങ്കിൽ കീറ്റോനൂരിയ. ദീസ് 2 കണ്ടീഷൻസ് ഇൻഡിക്കേറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഡിസീസ്. ഈ 2 കണ്ടീഷൻസും വന്നാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ഡിസീസ് ആണ്. ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഫസ്റ്റ് വൺ, യൂറീമിയ. റീസൺ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ഇറ്റ് മേ ലീഡ് ടു കിഡ്നി ഫെയിലർ. യൂറിയ ആണ് നമ്മൾ സാധാരണയായി എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ. സോ യൂറിയ എലിമിനേറ്റ് ആവാതെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്താൽ അത് കാരണം കിഡ്നി ഫെയിലർ വരാം. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് യൂറീമിയ. റെമഡി ഹീമോഡയാലിസിസ് ആണ്. ഡയാലിസിസ് ആണ് റെമഡി. അക്യൂട്ട് റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ. യൂറീമിയ കാരണം അക്യൂട്ട് റീനൽ ഓർ കിഡ്നി ഫെയിലിയർ വരാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് റെമഡി. റീനൽ കാൽക്കുലായി. സ്റ്റോൺ ഓർ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഓർ ഓക്സലേറ്റ്സ് ഇൻ കിഡ്നി. കിഡ്നിയിൽ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടൊക്കെ കണ്ടാൽ അത് റീനൽ കാൽക്കുലൈ ആണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ ഇൻഫ്ലമേഷൻ വന്നാൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇസ് ദ റെമഡി. Steps of hemodialysis. First one, impure blood is collected from the artery. ആർട്ടറിയിൽ നിന്നും impure blood കളക്ട് ചെയ്യും. അതിനുശേഷം ഹെപ്പാരിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യും. ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്ലഡ് ഈസ് പാസ് ടു ഡയലൈസിങ് യൂണിറ്റ്. ബ്ലഡ് ഡയലൈസിങ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. പോറസ് സെലോഫിൻ മെംബ്രെയിൻ ഓഫ് ദ ഡയലൈസിങ് യൂണിറ്റ് ഹെൽപ്സ് ടു ക്ലിയർ ദ ബ്ലഡ്. ഡയലൈസിങ് മെഷീനിൽ കാണുന്ന പോറസ് സെലോഫൈൻ മെംബ്രെയിൻ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. ലേറ്റർ ബ്ലഡ് ഈസ് പംപ്ഡ് ബാക്ക് ടു ദ ബോഡി ത്രൂ വെയിൻ. വെയിനിൽ കൂടെ നമ്മുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് എത്തിയാൽ ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഹെപ്പാരിൻ ആഡ് ചെയ്യുക. ഹെപ്പാരിൻ ആഡ് ചെയ്താൽ ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യും. സോ നെക്സ്റ്റ്, നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യുന്ന സമയത്ത് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ്
against heparin. So these are the steps of hemodialysis. So ഈ ചാപ്റ്റർ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബിലോ. ഓക്കെ.